എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാകുന്നതിന് 2027 വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടെ ഫിറ്റ്മെന്റ് ഫാക്ടർ വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെ നിരവധി ആവശ്യങ്ങളാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ കൂട്ടിയാൽ ശമ്പളത്തിൽ എത്രത്തോളം വർധനവ് ഉണ്ടാകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ശമ്പളം, ഫിറ്റ്മെന്റ് ഘടകം, DA എന്നിവ പരിഷ്കരിക്കുന്നതിനും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്നതിനുമായി എട്ടാം ശമ്പള കമ്മീഷൻ യൂണിയനുകളും പ്രതിനിധി ഗ്രൂപ്പുകളും സജീവമായി ചർച്ചകൾ നടത്തിവരികയാണ്. ജീവനക്കാരുടെ സംഘടനകൾ ശുപാർശകൾ അയക്കാനുള്ള സമയപരിധി നേരത്തെ അവസാനിച്ചിരുന്നു. ഏകദേശം 50 ലക്ഷം ജീവനക്കാരും പ്രതിരോധ റെയിൽവേ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 65 ലക്ഷം പെൻഷൻകാരും ഉൾപ്പെടെ ഏകദേശം 1 കോടിയിലധികം ഗുണഭോക്താക്കളാണ് ശമ്പളവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നത്. 1.83 മുതൽ 3.83 വരെയുള്ള ഉയർന്ന ഫിറ്റ്മെന്റ് ഫാക്ടർ വേണമെന്നാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സംഘടനകൾ ആവശ്യപ്പെടുന്നത്. നിലവിൽ 8ാം CPC ഔദ്യോഗിക ശുപാർശകൾ നൽകിയിട്ടില്ല. CPC ശുപാർശ നടപ്പിലാക്കുന്നതിന് മുൻപ് കേന്ദ്രവും ഇത് അംഗീകരിക്കേണ്ടതുണ്ട്. ജീവനക്കാരുടെ പരിഷ്കരിക്കുന്നതിന് മുൻപുള്ള അടിസ്ഥാന ശമ്പളത്തെയോ അല്ലെങ്കിൽ വിരമിച്ചവരുടെ പെൻഷൻ തുകയെയോ പുതിയ അടിസ്ഥാന ശമ്പള ഘടനയിലേക്ക് മാറ്റുന്നതിനായി ശമ്പള കമ്മീഷനുകൾ ഉപയോഗിക്കുന്ന ഒരു ഗുണന ഘടകമാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ. ഇതിനായി ഉപയോഗിക്കുന്ന പ്രധാന സൂത്രവാക്യം എന്ന് പറയുന്നത് നിലവിലെ അടിസ്ഥാന ശമ്പളത്തിന്റെ കൂടെ ഫിറ്റ്മെന്റ് ഫാക്ടർ ഗുണിക്കുമ്പോൾ പുതിയ അടിസ്ഥാന ശമ്പളം ലഭിക്കും. ഉദാഹരണത്തിന് 7ാം ശമ്പള കമ്മീഷനിൽ 2.57 എന്ന ഫിറ്റ്മെന്റ് ഫാക്ടറാണ് നടപ്പിലാക്കിയത്. അതുപ്രകാരം 6ാം ശമ്പള കമ്മീഷനിലെ അടിസ്ഥാന ശമ്പളമായ 7,000 രൂപയ്ക്കൊപ്പം 2.57 എന്ന ഫിറ്റ്മെന്റ് ഫാക്ടർ ഗുണിക്കുമ്പോൾ കിട്ടുന്നത് 17,990 രൂപയാണ്. റൗണ്ട് ചെയ്യുമ്പോൾ 18,000 രൂപ. 8ാം ശമ്പള കമ്മീഷനിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. ഇതിനായി 1.83 മുതൽ 3.83 വരെയുള്ള കണക്കുകൾ പരിഗണിക്കപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 2 മുതൽ 2.57 വരെയുള്ള നിരക്കാണ് മിതമായ കണക്കായി കരുതുന്നത്. 1.83 ഏറ്റവും കുറഞ്ഞ നിരക്ക്. ഇത്തരത്തിൽ കുറഞ്ഞ നിരക്ക് നടപ്പാക്കിയാൽ പോലും ശമ്പളത്തിൽ വലിയ വർധനയുണ്ടാകും. നിലവിൽ 18,000 രൂപ അടിസ്ഥാന ശമ്പളം വാങ്ങുന്ന ലെവൽ 1 ജീവനക്കാരന് ഇത് 32,940 രൂപയായി വർദ്ധിക്കും. ലെവൽ 2 ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളം 19,000 രൂപയിൽ നിന്ന് 36,417 രൂപയായും ലെവൽ 3 ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളം 21,700 രൂപയിൽ നിന്ന് 39,711 രൂപയായി മാറും. ലെവൽ 4 ജീവനക്കാരന് ലഭിക്കുന്ന 25,500 രൂപ 46,665 രൂപയായി വർദ്ധിക്കും. ലെവൽ 5 ജീവനക്കാരന് 29,200 രൂപയിൽ നിന്ന് 53,436 ലെവൽ 6 ജീവനക്കാരന് 35,400 രൂപയിൽ നിന്നും 64,782 രൂപയിലേക്കുമായി ശമ്പളം വർദ്ധിക്കും. ലെവൽ 7 മുതൽ 9 വരെയുള്ള ജീവനക്കാരന് ശമ്പളം 49,900 നിന്ന് 82,167 രൂപയായി മാറും. ലെവൽ 10 മുതൽ 12 വരെയുള്ള ജീവനക്കാരന്റെ ശമ്പളം 56,100 രൂപയിൽ നിന്ന് 1,02,663 രൂപയായും ലെവൽ 13 ജീവനക്കാരന് 1,23,100 രൂപയിൽ നിന്ന് 2,20,273 രൂപയായും ലെവൽ 14 മുതൽ 18 വരെയുള്ള ജീവനക്കാരന് 2,50,000 രൂപയിൽ നിന്ന് 4,57,500 രൂപയായും ശമ്പളം മാറും. അതേസമയം രാജ്യത്തിന്റെ നിലവിലെ സമ്പദ് വ്യവസ്ഥയെ ബാലൻസ് ചെയ്തുകൊണ്ടാവും കമ്മീഷൻ പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തുക. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.